ചിൽഡ്രൻ, ഇന്നത്തെ ക്ലാസ് സ്റ്റാൻഡേർഡ് 9 NCERT സിലബസ് സോഷ്യൽ സയൻസ് ലെസൺ 2 ഷേപ്പിംഗ് ഓഫ് ദ എർത്ത് സർഫേസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായ മിയാൻഡർ ആൻഡ് ഡെൽറ്റാസ്. ഫസ്റ്റ് അബൌട്ട് മിയാൻഡർ. മിയാൻഡർ എന്ന് പറഞ്ഞാൽ നദീവളവുകൾ. ഒരു നദിയുടെ മിഡിൽ കോഴ്സിലും ലോവർ കോഴ്സിലും ഉണ്ടാകുന്ന വളവുകളോ തിരിവുകളോ ആണ് മിയാൻഡർ. നദീതീരങ്ങളിൽ ഇരുവശങ്ങളിലുമായി നടക്കുന്ന മണ്ണൊലിപ്പ്, ദാറ്റ് ഈസ് ലാറ്ററൽ ഇറോഷൻ, എക്കൽ അടിഞ്ഞുകൂടൽ, ദാറ്റ് ഈസ് ഡിപ്പോസിഷൻ എന്നിവ കാരണമാണ് മിയാൻഡർ രൂപപ്പെടുന്നത്. നദി ഒഴുകുമ്പോൾ അത് വളവുകളുടെ പുറംഭാഗത്തുള്ള തീരങ്ങളിൽ മണ്ണൊലിപ്പ് ഉണ്ടാക്കുകയും ഉൾഭാഗത്തുള്ള തീരങ്ങളിൽ എക്കൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇത് ക്രമേണ വലിയ വളയങ്ങൾ അഥവാ ലൂപ്പുകൾ രൂപപ്പെടുത്തുന്നു. നദീ വളവുകൾ മനുഷ്യർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവയുടെ തീരങ്ങളിൽ അടിഞ്ഞുകൂടുന്ന ഫലഭൂയിഷ്ഠമായ മണ്ണ് കൃഷിക്ക് ഉപയോഗപ്രദമാണ്. ഇത് ഈ പ്രദേശങ്ങളെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാക്കുകയും ചെയ്യുന്നു. ഇവ സെറ്റിൽമെൻറ്റ് പാറ്റേൺസിനെയും, അതായത് ജനവാസ രീതികളെയും, അതുപോലെ മിയാൻഡേഴ്സിനെ സമീപമുള്ള ചെരുവുകളിൽ ഗ്രാമങ്ങളും നഗരങ്ങളും പലപ്പോഴും വികസിച്ചു വരാറുണ്ട്. കൂടാതെ വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന ഇത്തരം നദികൾ ജലഗതാഗതത്തിനും, അതായത് നാവിഗേഷനും ജലസേചനത്തിനും ഇറിഗേഷനും ഉപയോഗിക്കാം. ചില സന്ദർഭങ്ങളിൽ വിനോദസഞ്ചാരത്തിനും ഇവ ഉപയോഗപ്പെടുന്നു. കാരണം അവയുടെ സിനിക് കേഴ്സ്, അതായത് മനോഹരമായ വളവുകൾ ആകർഷകമായ പ്രകൃതി ദൃശ്യങ്ങൾ സൃഷ്ടിക്കുന്നു. ദാറ്റ് ഈസ് അട്രാക്റ്റീവ് ലാൻഡ്സ്കേപ്സ്. തമിഴ്നാട്ടിൽ കല്ലണൈ എന്നറിയപ്പെടുന്ന ഗ്രാൻഡ് അണക്കെട്ട് ജലസേചനത്തിനായി നദികളെ ഉപയോഗിക്കുന്നതിന് മികച്ച ഉദാഹരണമാണ്. നെക്സ്റ്റ് അബൌട്ട് ഡെൽറ്റാസ്, നദീമുഖ ദ്വീപുകൾ. ഒരു നദി കടലിലേക്കോ സമുദ്രത്തിലേക്കോ തടാകത്തിലേക്കോ പതിക്കുന്ന നദീമുഖത്ത് രൂപപ്പെടുന്ന ഭൂപ്രകൃതിയാണ് ഡെൽറ്റ. നദി അതിൻ്റെ മുകൾ തട്ടിൽ നിന്നും, അതായത് അപ്പർ സ്ട്രീമിൽ നിന്നും ഒഴുക്കിക്കൊണ്ടുവരുന്ന സെഡിമെൻറ്റ്സ്, മണ്ണ്, മണൽ ഇവിടെ നിക്ഷേപിക്കുന്നു. കാലക്രമേണ ഈ നിക്ഷേപങ്ങൾ അക്യൂമുലേറ്റ് ചെയ്ത്, അതായത് അടിഞ്ഞുകൂടി ഒരു വിശറിയുടെ ആകൃതിയിലുള്ളതോ ത്രികോണ ആകൃതിയിലുള്ളതോ ആയ ഭൂപ്രദേശം രൂപപ്പെടുന്നു. സമൃദ്ധമായ എക്കൽ മണ്ണ്, അതായത് അലൂവിയൽ സോയിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ഡെൽറ്റകൾ അതീവ ഫലഭൂയിഷ്ഠമാണ്. ഇത് അവയെ കൃഷിക്ക് അനുയോജ്യമാക്കുകയും നെല്ല്, ചണ, ജൂട്ട് തുടങ്ങിയ വിളകളുടെ ഉൽപ്പാദനത്തെ സഹായിക്കുകയും ചെയ്യുന്നു. ശുദ്ധജലവും ഉപ്പുവെള്ളവും തമ്മിൽ കലരുന്നത് വൈവിധ്യമാർന്ന ജലജീവികളുടെ, ദാറ്റ് ഈസ് ഡൈവേഴ്സ് അക്വാട്ടിക് ലൈഫിന് കാരണമാകുന്നതിനാൽ ഈ പ്രദേശങ്ങൾ മത്സ്യബന്ധനത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ്. നദികൾ സുഗമമായ ജലഗതാഗത മാർഗങ്ങൾ നൽകുന്നതിനാൽ പല ഡെൽറ്റകളും ദശലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളും, ദാറ്റ് ഈസ് ഡെൻസ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സും വ്യാപാര ഗതാഗത കേന്ദ്രങ്ങളുമായി മാറുന്നു. എങ്കിലും ഈ പ്രദേശങ്ങൾ പെട്ടെന്ന് വെള്ളപ്പൊക്ക സാധ്യത ഉള്ളതിനാൽ ഇത് മനുഷ്യജീവിതത്തെയും അവരുടെ മറ്റു പ്രവർത്തനങ്ങളെയും ദോഷകരമായി ബാധിക്കാറുണ്ട്. Dear children, this is about today's class. If you like my class, please subscribe and share. Thank you.